ഹലോ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. ടെറ്റ് എക്സാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ്? ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ടെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ടെറ്റിനെ പറ്റിയിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സുപ്രീം കോടതിയുടെ ആ ഒരു വിധി, അതുപോലെ തന്നെ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും, ഇനി ടെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ടെറ്റും അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി വിധി വരുന്നത്. ടെറ്റ് പാസ്സാവാത്ത ഒരാള് ഇനി എങ്ങോട്ടേക്ക് പോകണ്ട, സ്കൂളിലേക്ക് അധ്യാപന ജോലിക്കായിട്ട് പോകേണ്ടതില്ല. അതായിരുന്നു ആ വിധിയുടെ ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത്. അതിന് അകത്ത് കിടക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടെറ്റ് പാസ്സാവാത്ത, അതായത് ചെറിയ ക്ലാസ്സിൽ, ഇപ്പൊ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ടെറ്റ് പാസ്സായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പാസ്സായിട്ടുള്ളവര് മാത്രം സ്കൂളിലേക്ക് അധ്യാപകരായിട്ട് ജോലിക്ക് പോയാൽ മതി. അതായിരുന്നു ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് നോക്കാം. 2009 നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നു അല്ലെ? അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ നിയമമായിരുന്നു RTE ആക്ട് 2009 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു നിയമം വന്ന സമയത്ത് അതിന്റെ 23ാമത്തെ സെക്ഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അധ്യാപക നിയമനത്തിനുള്ള കുറഞ്ഞ യോഗ്യതകൾ നിശ്ചയിക്കാനുള്ള അധികാരം ആരാണ് അധ്യാപന ജോലി ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അവരുടെ കുറഞ്ഞ യോഗ്യത എന്താണ് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഏതൊക്കെ യോഗ്യതകളുള്ള ആളുകൾ അധ്യാപകരായിട്ട് സ്കൂളിലേക്ക് പോകണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2009 RTE ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തില് നമ്മുടെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അതായത് NCTE 2019 ഓഗസ്റ്റ് 21 ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ വിജ്ഞാപനത്തിൽ പറയുന്നത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് യോഗ്യത എന്ന് പറയുന്നത് ടെറ്റാണ്. ടെറ്റ് പാസ്സായിട്ടുള്ളവര് എങ്ങോട്ടേക്ക് എത്തുക? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എത്തുക. അപ്പൊ 2009 കേന്ദ്ര സർക്കാരിനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അധികാരം ഉണ്ടായിരുന്നത്. ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ യോഗ്യത എന്താണെന്ന് തീരുമാനിക്കാനായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ 2019 ഒരു വിജ്ഞാപനം. ആ വിജ്ഞാപനം വളരെ ശ്രദ്ധയാകർഷിച്ചതാണ്. കാരണം 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയിട്ടുള്ള ഒരു വിജ്ഞാപനമായിരുന്നു അത്. ഇനി ഈ കേന്ദ്ര നിയമങ്ങള് നിലനിൽക്കെ, അതായത് 2009 ആ ഒരു നിയമവും 2019 നമ്മുടെ NCTE കൊണ്ടുവന്നിട്ടുള്ള ആ വിജ്ഞാപനവും നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കേരള സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നിയമങ്ങളില് ചില ലംഘനങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്തത്. അതായത് കേരള സർക്കാർ പറയുന്ന ഒരു കാര്യമാണ് MPhil, നെറ്റ്, സെറ്റ്, PhD തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് കേട്ടറ്റിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ കേട്ടറ്റ് യോഗ്യതയുള്ള എല്ലാ തസ്തികയിലേക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ MPhil, നെറ്റ്, സെറ്റ്, PhD ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനും നിയമനം നേടാനും സാധിക്കുമായിരുന്നു. ഇത് കേരള സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ പറയുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, NCTE പറഞ്ഞിട്ടുണ്ട് ടെറ്റ് ഉള്ളവര് മാത്രം എങ്ങോട്ടേക്ക് പോയാൽ മതി? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടീനെ പഠിപ്പിക്കാൻ പോയാൽ മതി എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരള സർക്കാർ നിലനിർത്തി പോന്നിട്ട്, അല്ലെങ്കിൽ അവർ പുറപ്പെടുവിച്ചുള്ള ഒരു ഉത്തരവിൽ പറയുന്നതാണ്, നിങ്ങൾക്ക് MPhil അതല്ലെങ്കിൽ നെറ്റ്, സെറ്റ്, PhD തുടങ്ങിയിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട?
കേട്ടറ്റ് ക്വാളിഫൈ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ യോഗ്യതയിലുള്ള ജോലികൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പൊ ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നം, ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. 2012 കെ ബീന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതുപോലെ തന്നെ 2020 ശ്രീജ ജെറ്റി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലും നമ്മുടെ ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാര്യം എന്ന് പറയുന്നത്? കേന്ദ്ര നിയമങ്ങളെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അപ്പൊ കേന്ദ്രം ഒരു കാര്യം പറഞ്ഞു, കേരള സർക്കാർ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, കുറച്ച് ലംഘനങ്ങളൊക്കെ അതിൽ നടത്തി, അതിന്റെ ബേസിലുള്ള നിയമനങ്ങൾ നടത്തി. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ 2012 2020 കെ ബീന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലും ശ്രീജ ജെറ്റി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിലും ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? കേന്ദ്ര നിയമം എന്താണോ അതനുസരിച്ചിട്ട് വേണം നിയമനങ്ങൾ നടത്താൻ. ആ നിയമങ്ങളിൽ മാറ്റം വരുത്താനായിട്ടുള്ള അധികാരം ആർക്കില്ല? സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് പുതിയ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോ നിലവില് നമ്മളെ PSC വിജ്ഞാപനം എടുത്തു നോക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ PSCയുടെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും കേട്ടറ്റ് യോഗ്യതയിൽ നടക്കുന്ന ഒരു PSC നിയമനം അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ആർക്കും പറ്റുമായിരുന്നു. സെറ്റ്, MPhil ഇത്തരത്തിൽ ഉയർന്ന യോഗ്യതയുള്ള ആളുകൾക്കും സാധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുതിയ ഒരു വിധി ഇറക്കുന്നത്. അപ്പൊ ആ വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പോ ഓൾറെഡി നമ്മുടെ കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടില്ലെങ്കിലും അതിനേക്കാൾ മുകളിലുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസിൽ കയറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സർവീസിൽ കയറിയിട്ട് ഇനി 5 വർഷത്തിനുള്ളിൽ താഴെ മാത്രമാണ് നിങ്ങൾ റിട്ടയർമെന്റ്, അതല്ലെങ്കിൽ 5 വർഷത്തിൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് സർവീസ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കേട്ടറ്റ് പാസ്സായില്ലെങ്കിലും നിങ്ങൾക്ക് സർവീസിൽ തുടരാം. അപ്പോൾ റിട്ടയർ ചെയ്യാനായിട്ട് 5 വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കേട്ടറ്റ് പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കേട്ടറ്റ് യോഗ്യത അനുസരിച്ചുള്ള കൂടുതൽ പ്രൊമോഷൻസ്, അതല്ലെങ്കിൽ നമുക്ക് പാസ്സായി കഴിഞ്ഞാലാണ് സ്ഥാനക്കയറ്റം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടറ്റ് എഴുതി എടുക്കണം. കേട്ടറ്റ് യോഗ്യത ഇല്ലാതെയാണ് നിങ്ങൾ സർവീസിൽ തുടരുന്നതെങ്കിൽ, നിങ്ങൾക്ക് 5 വർഷത്തിന് താഴെയാണ് സർവീസ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല. അപ്പൊ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് എന്ത് കൊടുക്കുന്നില്ല, സ്ഥാനക്കയറ്റങ്ങൾ കൊടുക്കുന്നില്ല. അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വരുന്നതിനു മുൻപ് സർവീസിൽ പ്രവേശിച്ചവരും അതുപോലെ തന്നെ 5 വർഷത്തിൽ കൂടുതൽ ഇനി സർവീസ് ഉള്ളവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ടെറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അത് കേട്ടറ്റാണോ സീടെറ്റാണോ എന്നുള്ളത് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടില്ല, വ്യക്തത നൽകിയിട്ടില്ല. മറിച്ച് ടെറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ 2009 മുൻപാണ് നിങ്ങൾ സർവീസിൽ കയറിയിട്ടുള്ളതെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ടെറ്റ് യോഗ്യത ഇല്ലെങ്കിൽ അത് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്നാണോ ഈ വിധി വന്നത് അന്നു മുതൽ 2 വർഷ സമയമാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ടെറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ 2025 സെപ്റ്റംബർ 1 തീയതിയാണ് ഈ നിയമം വരുന്നത്, സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. അപ്പൊ ആ ഒരു വിധി വന്ന അന്നു മുതൽ 2 വർഷം എന്ന് പറയുമ്പോൾ 2027 സെപ്റ്റംബർ 1. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കേട്ടറ്റ് യോഗ്യത, കേട്ടറ്റ് എന്നല്ല ടെറ്റ് യോഗ്യത നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം 2 വർഷം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലാത്ത പക്ഷം അവർ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോടെ നിർബന്ധിത റിട്ടയർമെന്റ് ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ ടെറ്റ് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ 2027 സെപ്റ്റംബർ 1 മുന്നേ നിങ്ങൾ ടെറ്റ് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള റിട്ടയർമെന്റ് ആണ് അവര് ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇനി ഇതുകൂടാതെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പറഞ്ഞ വിഭാഗക്കാരെ മാറ്റി നിർത്തിയാൽ
യോഗ്യതാ പരീക്ഷയിലെ വിജയം നിർബന്ധമായിട്ടുള്ള അധ്യാപക തസ്തികകളിൽ നിയമനമോ സ്ഥാനക്കയറ്റമോ ആഗ്രഹിക്കുന്നവർ യോഗ്യതാ പരീക്ഷ പാസ്സായിരിക്കണം. അപ്പൊ ഇനി ഈ വിഭാഗത്തിൽ പെടാത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യോഗ്യതാ പരീക്ഷയിലെ വിജയം നിർബന്ധമായിട്ടുള്ള ഏതെങ്കിലും തസ്തികകൾ ഉണ്ടെങ്കിൽ അവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ടെറ്റ് പാസ്സായിരിക്കണം. അപ്പോ ഇപ്പോ നിലവില് 2025 സെപ്റ്റംബർ 1 തീയതി ഈ ഒരു വിധി വന്നതു മുതൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. അപ്പോ ഇന്നത്തെ നിലയ്ക്ക് ഈ വിധി രാജ്യത്താകെ ബാധകമായിട്ടുള്ള ഒരു നിയമമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി സുപ്രീം കോടതി ഈ വിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ അതല്ലെങ്കിൽ പാർലമെന്റ് ഈ ഒരു വിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യാത്തിടത്തോളം ഇത് നിയമമാണ്. ഒരു DLED അതല്ലെങ്കിൽ BEd കഴിഞ്ഞ ഒരാള് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ടെറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എനിക്ക് സെറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ലോവർ പ്രൈമറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂളുകൾ പഠിപ്പിക്കാം എന്നുള്ളത് ഇനി അങ്ങോട്ടേക്ക് ഇല്ല. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ടെറ്റ് യോഗ്യത നിർബന്ധമാണ്. ഇതിനി എയ്ഡഡ് സ്കൂൾ ആണെങ്കിലും അൺഎയ്ഡഡ് സ്കൂൾ ആണെങ്കിലും CBSE സ്കൂൾ ആണെങ്കിലും ഈ നിയമം ബാധകമായിട്ടാണ് സുപ്രീം കോടതി പറയുന്നത്. കാരണം പല അവസരങ്ങളിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അധ്യാപക ജോലിക്കുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് ടെറ്റാണ്. ആ ടെറ്റ് പാസ്സാവാതെ അതിന് മുകളിലേക്കുള്ള യോഗ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനൊരു തത്തുല്യം ഈക്വലൻസി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, പല കേസുകളിലും വിധി വന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? യാതൊരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നേരിട്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ടെറ്റ് യോഗ്യത അല്ലെങ്കിൽ ടെറ്റ് യോഗ്യതയില്ലാതെ സർവീസിൽ ഇരിക്കുന്ന ആളുകള് നിർബന്ധമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? 2 വർഷത്തിനുള്ളില് ടെറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അവര് നിർബന്ധിതമായിട്ടുള്ള റിട്ടയർമെന്റ് ഏറ്റെടുക്കേണ്ടി വരും. ഇനി 5 വർഷത്തിൽ താഴെയാണ് നിങ്ങൾക്ക് ഇനി സർവീസ് പീരീഡ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെറ്റ് നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ടെറ്റ് വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടെറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു അധ്യാപകൻ നേടിയെടുക്കേണ്ട ഒരു യോഗ്യതയായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10,000-ഓളം ആളുകളെ ബാധിക്കുന്ന ഒരു വിധിയാണ് ഈ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കേസുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ വിധിക്ക് മുകളിലോട്ട് അപ്പീലുകൾ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ സെറ്റ് അതല്ലെങ്കിൽ PhD MPhil എന്ന് പറയുന്ന ഉയർന്ന യോഗ്യത എന്നതിനേക്കാൾ ഉപരിയായിട്ട് ടെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികളുടെ മനഃശാസ്ത്രം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോധനശാസ്ത്രം, ഇതിനെ പറ്റിയിട്ട് അധ്യാപകർക്ക് ബോധമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അങ്ങനെ അറിവുള്ള ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? ക്ലാസ് മുറികളിലേക്ക് ചെല്ലേണ്ടത്. എങ്കിൽ മാത്രമാണ് കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് ഒരു HSA എക്സാം കഴിഞ്ഞു പോയി അല്ലെ? അപ്പൊ ആ HSA എക്സാമിന്റെ യോഗ്യതകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കുമ്പോഴും ടെറ്റ് പാസ്സായില്ലെങ്കിലും നിങ്ങൾ സെറ്റ് PhD നെറ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് HSAക്ക് ഹൈസ്കൂൾ ലെവലിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ UPക്ക് ആണെങ്കിലും അവിടെ എന്തായിരുന്നു? ഈ നിങ്ങൾക്ക് കേട്ടിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിലൊക്കെയാണ് കുറച്ചൊക്കെ കൺഫ്യൂഷൻസ് നമുക്ക് വരുന്നത്. ഇപ്പോഴും ഇതിലൊരു വ്യക്തത വരാത്ത കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോ കേരള സർക്കാർ ഈ ഒരു അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ മൊത്തത്തില് നിയമനങ്ങള് നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയോ ഒക്കെ സംഭവിക്കാം. അപ്പോ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മള് ഒരു ടീച്ചറായിട്ട് കയറണം അല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആകണം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു DLED അതല്ലെങ്കിൽ ഒരു BEd കോഴ്സിന് നമ്മൾ ചേർന്ന് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ചേർന്ന് പഠിക്കുമ്പോൾ ടീച്ചറായിട്ട് കയറണം, അവിടെ സമാധാനത്തോടു കൂടി ജോലി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ഇനി വരുന്ന ടെറ്റ് പാസ്സാവുക അല്ലെങ്കിൽ ടെറ്റ് പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പൊ സർവീസിൽ ഇരിക്കുന്നവർക്കും നല്ലൊരു അവസരമാണ്. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഒരു ടെറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എളുപ്പമുള്ള രീതിയിൽ തന്നെയായിരുന്നു ടെറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടേക്കും എക്സാം എളുപ്പമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം നിർബന്ധമായിട്ടും നേടിയിരിക്കേണ്ട ഒരു യോഗ്യതയായിട്ട് ടെറ്റിനെ മാറ്റിയിരിക്കുകയാണ്. സോ അവിടെ എക്സാം ഇനി അങ്ങോട്ടേക്ക് വലിയ രീതിയിൽ ടഫായി പോകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അടുത്ത തവണത്തെ ഒരു ടെറ്റ് എക്സാം എന്ന് പറയുന്നത് ജനുവരിയിലായിരിക്കും നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം വർഷത്തിൽ 2 തവണയാണല്ലോ കേട്ടറ്റ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞത് കേട്ടറ്റ് ജൂൺ സൈക്കിൾ ആയിരുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് കേട്ടറ്റ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിക്കൊന്നും പോവില്ല, മാക്സിമം ജനുവരിയിൽ തന്നെയായിരിക്കും അടുത്ത കേട്ടറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് ഇനി വരുന്ന കേട്ടറ്റ് നേടാനും നമ്മുടെ മുന്നിൽ സമയമുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നല്ല പോലെ പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് അറിഞ്ഞ് സിസ്റ്റമാറ്റിക് ആയി ഒരു സ്മാർട്ട് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സൈലം ടീച്ചിങ് എക്സാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1നും കാറ്റഗറി 2വിനും അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. അടുത്ത ഒരു കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഇപ്പോൾ മുതലേ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് വളരെ കൂളായി എൻജോയ് ചെയ്ത് പഠിക്കണമെങ്കിൽ കുറച്ച് മുന്നേ കൂട്ടി നമ്മൾ നമ്മുടെ പഠനം ആരംഭിക്കണം, അല്ലെ? അവസാന വട്ടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമ്മുടെ റിവിഷനും പ്രോപ്പർ ആവില്ല, സിലബസും കംപ്ലീറ്റ് ആവില്ല, ഒന്നും ആവില്ല. അപ്പോൾ നമ്മുടെ പഠനം നമ്മൾ നേരത്തെ തുടങ്ങുകയാണ്. സെപ്റ്റംബർ 29-ാം തീയതി മുതലാണ് നമ്മുടെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, അല്ലെ? സർവീസിൽ ഇരിക്കുന്ന അധ്യാപകരും കൂടെ നമ്മുടെ കൂടെ പഠിച്ചു പോരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വളരെ കൃത്യമായിട്ട് പഠിച്ച് അടുത്ത കേട്ടിട്ട് തന്നെ നേടിയെടുക്കുക, അല്ലെ? നമ്മൾ എന്തിനാണ് അടുത്ത് ടെൻഷൻ വെച്ചിരിക്കുന്നത്? നമ്മളൊരു ജോലിയിൽ കയറി അവിടെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം? നമ്മൾ ആദ്യം സമാധാനത്തിലായിരിക്കണം. അപ്പൊ വെറുതെ ഈ ഒരു ടെൻഷൻ കൊണ്ട് നടക്കണ്ട. അടുത്ത കേട്ടറ്റ് തന്നെ നേടിയെടുക്കാനായിട്ട് നോക്കുക. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് വളരെ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് പോന്നോളാം, നമുക്ക് അടുത്ത കേട്ടറ്റ് തന്നെ നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ എല്ലാവരും പഠിക്കുക. ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, സമയമുണ്ട്. ഇത് അന്തിമമായിട്ടുള്ള ഒരു വിധിയല്ല. ഈ വിധിയിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അടുത്ത വീഡിയോസിൽ കൂടെ പുതിയ ചില ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്